ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനുള്ളത് കോയമ്പത്തൂരുള്ള ഡോക്ടർ മുത്തൂസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് ആഫ്റ്റർ +2 പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് പറ്റിയൊരു ഗുഡ് കോളേജ് തന്നെയാണ് തീർച്ചയായിട്ടും മുത്തൂസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ കാർഡിയാക് കെയർ ടെക്നോളജി, MIT, OTAT ആൻഡ് ഡയാലിസിസ്. ഇതിൽ ഡയാലിസിസ് ആയിക്കോട്ടെ, OTAT ആയിക്കോട്ടെ, MIT ആയിക്കോട്ടെ, ഈ 3 കോഴ്സുകൾക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് വെറും 10 സീറ്റാണ്. മാത്രമല്ല കാർഡിയാക് കെയർ ടെക്നോളജിക്ക് 5 സീറ്റാണ്. ടോട്ടൽ ഇൻടേക്കിൽ വരുന്ന സീറ്റ് എന്ന് പറഞ്ഞാൽ 35 സീറ്റ് മാത്രമാണ്. ഇത്രയും ലിമിറ്റഡ് സീറ്റ്സ് കൊടുക്കുന്ന ഒരു കോളേജ്, അതിൻ്റെ ഇപ്പോൾ ക്യാമ്പസിൻ്റെ ഇതാണ്, കോളേജിൻ്റെ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പോട്ടെ, ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ പോട്ടെ, എല്ലാ എക്സ്പോഷറും കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് മുത്തൂസ്. കാരണം നമ്മൾ പാരാമെഡിക്കൽ കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നോക്കേണ്ട ഒരു കാര്യമുണ്ട്, കോളേജിൻ്റെ ഫെസിലിറ്റീസ് ആൻഡ് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്. ഡോക്ടർ മുത്തൂസിനെ സംബന്ധിച്ച് നമുക്ക് 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽസ് കാര്യങ്ങൾ എന്തായാലും കാണിച്ചു തരുന്നുണ്ടാവും. മാത്രമല്ല CT, MRI പോലുള്ള ഫെസിലിറ്റീസ് ഉള്ള ഈ ഒരു കോളേജിലേക്കുള്ള ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 35 സീറ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, അത്രയും എക്സ്പോഷർ സ്റ്റുഡൻസിന് കിട്ടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് കോയമ്പത്തൂരുള്ള ഡോക്ടർ മുത്തൂസ്. പല കോളേജുകളും, ഈവൻ ഔട്ട്സൈഡ് കേരളയിൽ പല കോളേജുകളും CTO MRI ഒന്നുമില്ലാത്ത പല കോളേജുകളിലും നമുക്ക് ഇൻടേക്ക് ടോട്ടൽ ഒരു റേഡിയോളജി എന്നുള്ളൊരു കോഴ്സിന് തന്നെ 25-ൽ കൂടുതൽ സീറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. സോ അവിടെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ലിമിറ്റഡ് ഫെസിലിറ്റീസ് മാത്രമാണ് സ്റ്റുഡൻസിന്. അപ്പോൾ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ കുറഞ്ഞ ഒരുപാട് കോളേജുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഡോക്ടർ മുത്തൂസിനെ സംബന്ധിച്ച് 2 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അവൈലബിൾ ആയിട്ട് കൂടിയും അവരുടെ സീറ്റ്സ് എന്ന് പറഞ്ഞാൽ റേഡിയോളജിക്കായാലും OTAT ഡയാലിസിസ് ആയാലും 10 സീറ്റ്സ് പെർ കോഴ്സസാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഓരോ ഇൻടേക്കിലേക്കും അവർ കൊടുക്കുന്ന ഈ ലിമിറ്റഡ് സീറ്റ്സ് കാരണം അത്രയും അധികം എക്സ്പോഷർ സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ റീച്ചബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നോക്കുന്ന സമയത്ത് ഈ സൈഡ് വരുന്നത് പാലക്കാട് കോയമ്പത്തൂർ റോഡാണ് ഈ കാണുന്നത്. നിങ്ങളുടെ റീച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ വെറും 45 മിനിറ്റ്സ് മാത്രമാണ് ഈ കോളേജിലേക്കുള്ളത്. ഈവൻ ഗാന്ധിനഗറിൽ നിന്ന് റീച്ചബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16-17 കിലോമീറ്ററിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു കോളേജിലേക്കുള്ള ബസ്സിന് വരുന്ന സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും റീച്ചബിലിറ്റി വരുന്നത്. സോ ആ ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും സ്റ്റുഡൻസ് ഈ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. മാത്രമല്ല, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 10 സീറ്റ്സ് വീതമാണല്ലോ അവർ പാരാമെഡിക്കൽ കോഴ്സിനൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അറിയാം, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് വൺ ഓഫ് ദ ടോപ്പ് മെഡിക്കൽ കോളേജ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രിവാൻഡ്രം. അവിടെയാണെന്നുണ്ടെങ്കിലും റേഡിയോളജിക്ക് 10 സീറ്റ് തന്നെയാണ് അലോട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇവിടെയും കീപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു കോളേജ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത്രയധികം ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. മാത്രമല്ല, ഇന്ന് ഈ കോളേജ് ഞാൻ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസും മലയാളികൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ഹോസ്റ്റൽസിൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണ് ബോയ്സിനാണെന്നുണ്ടെങ്കിലും ഗേൾസിനാണെന്നുണ്ടെങ്കിലും സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് വരുന്നത്. മാത്രമല്ല ഡോക്ടർ മുത്തൂസ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയായ MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നൊരു കോളേജ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ 2 ഹോസ്പിറ്റലിൻ്റെയും വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻസൈഡ് നമുക്ക് വ്യൂ കാര്യങ്ങളൊന്നും അവൈലബിൾ ആവാം, വേറൊന്നും ഇൻസൈഡ് ഹോസ്പിറ്റൽ വ്യൂ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പോസിബിൾ അല്ല, ബിക്കോസ് പേഷ്യൻസിൻ്റെ പ്രൈവസി കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. പക്ഷേ ഞാൻ ഹോസ്പിറ്റൽസ് കാര്യങ്ങൾ എല്ലാവരും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുത്തൂസ് ഒരു ഓപ്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കിട്ടുന്ന ഒരു ക്യാമ്പസ് കൂടിയാണിത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ക്യാമ്പസിൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് പോയാലോ.